ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു പോയ അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ചർച്ച ചെയ്തു പോയ ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ, അത് വയനാടാണ്. വയനാടിൽ കുട്ടികൾക്കും അമ്മമാർക്കും ഉൾപ്പെടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അവിടുത്തെ NB സ്ഥലത്തില്ല എന്നുള്ള കാര്യങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. പാലക്കാടും ഇതോടൊപ്പം തന്നെ നെൽകർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സജീവ രാഷ്ട്രീയം അതോടൊപ്പം തന്നെ ചർച്ചയാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ ത്രികോണ മത്സരം നടക്കുന്നു. BJPയെ സംബന്ധിച്ചോളം A ക്ലാസ് മണ്ഡലമാണ്. അതുപോലെ തന്നെ കോഴിക്കോട്, നമ്മളിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട്, ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഈ വടക്കൻ കേരളത്തിൽ നടക്കുന്നു. ഇന്ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലും പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. ഇവിടുത്തെ ഒരു സമഗ്ര ചിത്രവുമായി അർജുനാണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. അർജുന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം, അതുതന്നെയാണ് ഈ വയനാടിനെ സംബന്ധിച്ചോളം ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലും അത്ര പ്രാധാന്യത്തോടെ തന്നെ ഓരോ മുന്നണികളും കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് നിശബ്ദ പ്രചരണമാണ്. ഏറ്റവും അവസാനത്തെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്തേക്ക് പോവുകയാണ്. പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നണികളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഏറ്റവും അവസാനമായി ഈ ഒരു മേഖലയിലെ ഒരു രാഷ്ട്രീയ ചിത്രം, അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയാം. അരുൺ ഗോകുൽ, തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുപരി മാനുഷിക സംഘർഷങ്ങളാണ്, അല്ലെങ്കിൽ വന്യമൃഗ സംഘർഷമാണ് വയനാട്ടിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത്. മാത്രമല്ല വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മാനുഷിക വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. NDAയുടെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് വലിയ വ്യത്യസ്ത പുലർത്തിയ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയും യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയും എന്നാൽ സീനിയർ സിറ്റിസൻസിന് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ ഒഴിവാക്കാതെയുമാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം ഈ ഉത്തര കേരളത്തിലും നടത്തിയിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കാസർഗോഡ് വരുമ്പോൾ ML അശ്വിനി വരുന്നു. അതായത് കർണാടക അടക്കം സ്വാധീനമുള്ള ഒരു നേതാവാണ്. അത്തരത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കാസർഗോഡ് സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിലേക്ക് വരുമ്പോൾ C രഘുനാഥാണ്. അതായത് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് C രഘുനാഥ് എന്ന് പറയുന്നത്. പിണറായി വിജയനെതിരെ മത്സരിച്ച വ്യക്തിയാണ്. അത്തരത്തിൽ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാവാണ്. പിന്നീട് BJPയിലേക്ക് വന്നത്. ഇവിടെയും വലിയ പ്രതീക്ഷയാണ് ഇത്തരത്തിൽ NDAക്കുള്ളത്. വയനാട്ടിൽ വരുമ്പോഴാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് NDA വലിയ തിരിച്ചടി രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ആനി രാജയ്ക്കും നൽകിയിട്ടുള്ളത്. ആനി രാജയ്ക്ക് തിരിച്ചടി നൽകി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസും BJPയും തന്നെയാണ് വയനാട്ടിൽ മത്സരം വരുന്നത്. കോഴിക്കോട് എത്തുമ്പോൾ MD രമേശാണ്, നേരത്തെ തന്നെ പാർട്ടിയുടെ മുഖമായിട്ടുള്ള MD രമേശാണ് മത്സരിക്കുന്നത്. വടകരയിൽ എത്തുമ്പോൾ പ്രബുൽ കൃഷ്ണയാണ് അത്തരത്തിൽ മത്സരിക്കുന്നത്. അതായത് യുവാക്കൾക്കടക്കം പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം അബ്ദുൾ സലാമാണ് മത്സരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം ശക്തമാക്കിയിട്ടുള്ള സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. പൊന്നാനിയിലേക്ക് എത്തുമ്പോൾ അഡ്വക്കേറ്റ് നിവേദിതയാണ്. നേരത്തെ തന്നെ മഹിളാ മോർച്ചയിലൂടെ അടക്കം വന്നിട്ടുള്ള അഡ്വക്കേറ്റ് നിവേദിത സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മണ്ഡലങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് പൊന്നാനിയിൽ അടക്കം നടക്കുന്നത്. അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചു തന്നെ പാലക്കാട് നെല്ലിന്റെ വിഷയങ്ങൾ ഏറെ നെൽകർഷകരുടെ വിഷയങ്ങളുള്ള ഒരു പ്രദേശമാണ് പാലക്കാട്. മാത്രമല്ല പാലക്കാട് ധോണി എന്ന് പറയുന്നത് കൃത്യമായി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, അത്തരത്തിൽ വനവാസികൾ താമസിക്കുന്ന സ്ഥലം, അത്തരത്തിൽ പ്രചാരണത്തിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അവിടെ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ പാലക്കാടിനെ തൊട്ടറിയുന്ന, പാലക്കാടിനെ മണമറിയുന്ന കൃഷ്ണകുമാറാണ് ഇവിടെ മത്സരിക്കുന്നത്. അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ചിത്രമാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ കാണുവാൻ സാധിക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായി വടക്കൻ കേരളത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. മാത്രമല്ല കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ വിവിധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെട്ട മിക്കവർക്കും ഇത്തരത്തിൽ ആനുകൂല്യം കിട്ടിയിട്ടില്ല. മാത്രമല്ല മിക്കവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യമേഖല, കാസർഗോഡത്തെ ആരോഗ്യമേഖല വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെയാണ് വയനാട്ടിലെ ആരോഗ്യമേഖലയും. അത്തരത്തിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ബോർഡ് സ്ഥാപിക്കുകയല്ലാതെ മറ്റൊരു തരത്തിലുള്ള വികസനങ്ങളും ഒരു ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ ഇത്തരത്തിൽ കാട്ടാന ശല്യം, അതുപോലെ തൊട്ടപ്പുറത്തുമുള്ള അട്ടപ്പാടി ഈ മേഖലകളിലേക്ക് എത്തുമ്പോഴുള്ള ആദിവാസികളുടെ വിഷയം, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയാകുന്ന സാഹചര്യമാണ് പാലക്കാട് അടക്കമുള്ളത്. എന്തിനാൽ തന്നെയും ശക്തമായ പ്രചാരണത്തിനാണ് NDA ഇവിടങ്ങളിലെല്ലാം കോപ്പുകൂട്ടുന്നത്. പരസ്യ പ്രചാരണം കഴിഞ്ഞു, ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ നാളുകളാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള റോഡ് ഷോ അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ കൊട്ടിക്കലാശ
കൊട്ടിക്കലാശം അടക്കം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു ഉന്മേഷമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. UDF-ഉം LDF-ഉം തൊട്ടു പിന്നിലുണ്ട്. UDF എന്ന് LDF അതായത് INDA മുന്നണിയിൽപ്പെട്ടിട്ടുള്ള രണ്ട് കക്ഷികൾ നിൽക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് NDA ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഉത്തര കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്, ശക്തരായ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് വയനാട് തന്നെയാണ്. വയനാട്ടിൽ മത്സരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. ഇന്ന് അണ്ണാമലൈ രാവിലെ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. വലിയ രീതിയിലുള്ള ആവേശമാണ് ജനങ്ങളുടെ ഇടയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. നിരവധി ആളുകൾ, ഏകദേശം 5000-ലധികം ആൾക്കാർ മാനന്തവാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും വലിയ റോഡ് ഷോയാണ് മാനന്തവാടിയിൽ നടന്നത്. അതിനുശേഷം നടന്നിരുന്ന കൊട്ടിക്കലാശത്തിലടക്കം നമ്മൾ കണ്ടതാണ് ആ പ്രവർത്തകരുടെ ആവേശവും അതുപോലെ തന്നെ ആഹ്ലാദവും. കൃത്യമായി തന്നെ K. സുരേന്ദ്രനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. മാത്രമല്ല കഴിഞ്ഞ MP എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടെ അർജുൻ വ്യക്തമാണ്. മലബാറിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മത്സരങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നു. ഏത് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിലും അടിയൊഴുക്കുകൾ ഈ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാം എന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാ മേഖലയിൽ നിന്നും പങ്കുവെക്കുന്നത്. അത്തരത്തിൽ പ്രവചനാതീതമായിട്ട് മത്സരം മുന്നോട്ടേക്ക് പോകുന്നു. ശക്തമായ ത്രികോണ മത്സരം ഒരു മണിക്കൂറുകളിലൂടെ പോകുന്നു. നാളെ ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം, അതായത് 24 മണിക്കൂറിലേക്ക് മാത്രമേ ഉള്ളൂ. ഇനി മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അവസാനമാകുകയാണ്. എന്തായാലും മുന്നണികളെല്ലാം തന്നെ ഒരു വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ ഉത്തരം നൽകാനായി കേരളം മറ്റന്നാൾ ജനവിധി എഴുതുകയാണ്. ആർക്കൊപ്പമാണ് കേരളം എന്നുള്ള ഒരു വലിയ ചോദ്യം കേരളത്തിന് മുന്നിലേക്ക് എത്തുന്നു. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മത്സരങ്ങൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കൂടി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരം, ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികൾ, കരുത്തുറ്റ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ജനവിധി തേടാനായി എത്തിക്കുകയാണ്.